ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇതാ രാവിലെ കോടതിയിൽ പോവാണ്. ബീച്ചിൽ ആലപ്പുഴ കോടതിയിൽ. ഞങ്ങളിവിടെ കോട്ടയത്താണ്. ഞാനിന്ന് ഫുൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. യെസ് എപ്പോഴും ഷോർട്സ് അല്ലേ എടുക്കുന്നത്. ഓക്കെ, കയറട്ടെ ഗൈസ്. നമുക്കിന്ന് മുൻസിഫ് 1 മുൻസിഫ് 2 11 മണിയാവുന്നു. നമുക്ക് 11 മണിക്കാണ് കോടതി ബെല്ലടിച്ച് കയറുന്നത്. നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര ചൂടാണ് ഗൈസ്, ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. ഞാനും ദേവൻ ചേട്ടൻ കൂടെ ഡിസ്കസിങ്ങിലാണ്. എന്തായിരുന്നു ചേട്ടൻ നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്? ജില്ലാ ജയിലിലെ ഇൻമേറ്റ്സിന് സെമിനാർ എടുക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യെസ്, നാളെയാണ് ഗൈസ് നമുക്ക് സെമിനാർ. സോ ഞങ്ങൾ രണ്ടുപേരാണ് 60 പ്രിസണേഴ്സ് അല്ലേ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ കോടതിയിലെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പം ഇത് റെഫറി ആയിരുന്നു ജില്ലാ 1 ഗൈസ്. നമ്മൾ കോടതി കഴിഞ്ഞ് നേരെ ഓഫീസിലോട്ട് പോവുകയാണ്. നല്ല ദാഹം. അപ്പം ഞാൻ വിചാരിച്ച് നാരങ്ങാളം കുടിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ കോടതിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ ഓഫീസിൽ വന്നിരിക്കുകയാണ്. ഭയങ്കരം ചൂടാണ്, ഭയങ്കര ചൂട്. അപ്പോൾ നമ്മൾ വെച്ച് നാരങ്ങകളൊക്കെ കുറിച്ച് റിഫ്രഷ് ആയിട്ടുണ്ട്. ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ ഓഫീസിലെ വർക്കൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ ഫുഡ് കഴിച്ചത് കാണിക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിന് വന്നിരിക്കുകയാണ് കോട്ടയത്തെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ സ്പോർട്സ്, ആർട്സ്, കൾച്ചറൊക്കെ പ്രോഗ്രാമാണ്. സോ ഇനി നമുക്ക് ഔട്ട്ഡോർ ഇവൻറ്റ്സ് അല്ലേ, ബാഡ്മിൻ്റൺ ഉണ്ട്. ഇത് നമ്മൾ ഷൂസൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. വലുതായിട്ട് കളിയെന്ന് പറഞ്ഞോടാ, നമ്മൾ കണ്ടത്തിൽ കളിച്ച് അറിയത്തുള്ളൂ. പിന്നെ ഒരു പാർട്ടിസിപ്പേഷന് വേണ്ടി വന്നിരിക്കുകയാണ്. ഞാനും അനുസരിച്ചാണ് ടീം ഡബിൾസ്. സോ നമുക്ക് കാണാം. ഇവിടെ താണ്ട ആൾക്കാരൊക്കെ ഡ്രസ്സൊക്കെ മാറി സെറ്റ് ലുക്കിലാണ്. ഞാൻ മാത്രം യൂണിഫോം ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്. കണ്ടപ്പോഴേ മനസ്സിലാക്കില്ലേ ഞാൻ പോയെന്ന്. അതിസാഹസ്യമായിട്ട് ഞങ്ങളാണ് കളിക്കാൻ പോണത്. കണ്ടത്തിൽ നിന്ന് ഇൻഡോറിലേക്ക്. ഞങ്ങൾ കോസ്റ്റ്യൂമിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രൊഫഷൻ വിട്ട് കളിയില്ല. എൻ്റെ ഡാൻസ് കൂടെ 1500 രൂപയുടെ അല്ല 3000 രൂപയുടെ റാക്കറ്റ് വിത്ത് റാക്കറ്റ് ഇതിനോട് മേടിച്ചോണ്ടോ? അല്ലല്ല, അതിനെ കടം മേടിച്ചോണ്ടോ? ഞങ്ങളെല്ലാം കളി എൻകറേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. പിന്നെ ആരും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആണല്ലോ എല്ലാം. ടാലൻസ് ഉള്ള പിള്ളേർ ഹൈഡ് വെച്ചിരിക്കുകയാണ്. യുനോ ഗൈസ്, ബൈ ദ വേ, ദിസ് ഈസ് ഓൾസോ എ വ്ളോഗർ. പറയൂ. ഇത് നമ്മുടെ സാറൊക്കെ വന്നു. സാർ ഒരു ഹായ് പറഞ്ഞിട്ട് പോ. ഹായ് പറ. ഞങ്ങളുടെ അടുത്ത വ്ളോഗറാണ്. വ്ളോഗറുടെ ഇൻസ്റ്റാഗ്രാം ജൂനിയർ കുര്യൻ, സകൃതമായ നാട്ടുകാരി. അത് നല്ലായിരുന്നു. നല്ല ഉപ്പിട്ട നാരങ്ങ വെള്ളം. കൊള്ളാം, സൂപ്പർ എനർജി കിട്ടും. ഹായ് പറ. ഞങ്ങളുടെ സൂപ്പർ സീനിയർ സാറാണ്. സാർ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. യെസ്, 52 കൊല്ലമായി വക്കീലായിട്ട് പോരെ. അത്രേ ഉള്ളൂ. അത്ര ആരും ഇല്ല ഇവിടെ. ജില്ലയിൽ ആരും ഇല്ല. അതെ. ഇനി എങ്ങനെ ഇരിക്കുന്നത്? ഞാനിങ്ങനെ ഇരിക്കുന്നല്ലേ? അതെ, എനർജി, ഭയങ്കര എനർജിയാണ്. ഞങ്ങളുടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും എനർജി ഉള്ള സാറ് നമ്മുടെ സാറ്. ചായ ഒന്നും വേണ്ട, കളി ജയിച്ചെന്നങ്ങ് പ്രഖ്യാപിക്കാം. ഓക്കെ സാർ. അങ്ങനെ അതിസാഹസികമായി നമ്മൾ ബാഡ്മിൻ്റൺ സെക്കൻഡ് അടിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളിതാ വീട്ടിൽ വന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞ് നാളെയാണ് അടുത്ത മത്സരം. നമ്മുടെ 100 മീറ്റർ, 50 മീറ്റർ, ഷോർട്ട് പുട്ട്, അങ്ങനെ എന്തൊക്കെയോ.
അപ്പോൾ നമ്മൾ ബാഡ്മിൻ്റൺ സെക്കൻഡ് അടിച്ച് ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാം ഗൈസ്. അപ്പം ഇന്നത്തെ എൻ്റെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഓക്കെ ബൈ ഗൈസ്.